നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. പരപ്പനങ്ങാടി ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ചിൽ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച് റിമാൻഡിൽ കഴിയുന്ന 2 വൈപ്പിൻ സ്വദേശികളെ പരിക്കുകൾ സാരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം വൈപ്പിൻ സ്വദേശികളായ തിരുനില്ലത്ത് സുധാകരന്റെ മകൻ ആകാശ്, കിഴക്കേവളപ്പിൽ പ്രസാദിന്റെ മകൻ ഹിമാസാഗർ എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവരെ പരപ്പനങ്ങാടി കോടതി റിമാൻഡ് ചെയ്ത് തിരൂർ സബ് ജയിലിലേക്ക് അയച്ചിരുന്നു. കൊട്ടേഷൻ സംഘങ്ങളും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ പിടികൂടിയ 2 പേർക്കും സാരമായി പരിക്കേറ്റിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ജയിലിൽ നിന്ന് ഇരുവർക്കും വേദന കലശമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വിദേശത്ത് നിന്ന് സ്വർണവുമായി വന്നവർ ഉടമകൾക്ക് നൽകാതെ കബളിപ്പിച്ച് മുങ്ങിയതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ സംഘങ്ങളാണ് പിടിക്കപ്പെട്ടവർ. സ്വർണവുമായി കടന്നുകളഞ്ഞ 2 പേരെയും പിടികൂടാനെത്തിയതായിരുന്നു വൈപ്പിൻ സ്വദേശികളായ 5-അംഗ കൊട്ടേഷൻ സംഘം. 2 കാറുകളിലായാണ് സംഘം എത്തിയിരുന്നത്. സ്വർണവുമായി കടന്നുകളഞ്ഞ ചെട്ടിപ്പടി സ്വദേശി ഷുഹൈബിനെ ഇവരുടെ ആക്രമണത്തിൽ വെട്ടേറ്റതോടെയാണ് നാട്ടുകാർ സംഘത്തെ കൈകാര്യം ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഇതിനിടെ സംഘത്തിൽപ്പെട്ട ഒരാൾ നാട്ടുകാർക്ക് നേരെ തോക്ക് ചൂണ്ടുകയും ചെയ്തിരുന്നു. പ്രകോപിതരായ നാട്ടുകാരിൽ നിന്ന് പണിപ്പെട്ടാണ് പരപ്പനങ്ങാടി പോലീസ് ഇവരെ മോചിപ്പിച്ചത്. ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു 2 പേരെയും. ഇതിനിടെ കൊട്ടേഷൻ സംഘത്തിലെ 3 പേർ മറ്റൊരു കാറിൽ രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് പോലീസ് തന്നെയാണ് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പിടിക്കപ്പെട്ട ഇരുവരെയും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചതും തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.